മാലിന്യ പ്രശ്നം തമ്പാനൂർ വാർഡ് ജനകീയ സമിതി യോഗം ചേർന്നു. മാലിന്യമുക്ത കേരളത്തിലേക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളോടെ ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു. ആമയിഴഞ്ചാൻ തോടിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന തമ്പാനൂർ വാർഡ് ജനകീയ സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ സർക്കാർ ശ്രമങ്ങളോട് സഹകരിക്കാത്തവരെ പൊതുജനങ്ങൾ ഒറ്റപ്പെടുത്തണമെന്ന് മന്ത്രി പറഞ്ഞു. ആമയിഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാനാണ് ജനകീയ സമിതികൾ രൂപീകരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആമയിഴഞ്ചാൻ തോടിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകും. മലയാളികളുടെ സാംസ്കാരിക പ്രബുദ്ധതയ്ക്ക് ചേർന്നതല്ല മാലിന്യം വലിച്ചെറിയുന്ന സ്വഭാവമെന്നും ആമയിഴഞ്ചാൻ തോടിൽ നിന്നും മാലിന്യമുക്ത നവകേരളത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിനും ആമയിഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള നീർച്ചാലുകളും ജലാശയങ്ങളും സംരക്ഷിക്കേണ്ടതിനുമായി ആമയിഴഞ്ചാൻ തോട് കടന്നുപോകുന്ന 7 നഗരസഭാ വാർഡുകൾ കേന്ദ്രീകരിച്ച് ജനകീയ സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആമയിഴഞ്ചാൻ തോട് സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ജനകീയ സമിതികൾ രൂപീകരിച്ചിരിക്കുന്നത്. തമ്പാനൂരിൽ നടന്ന ചടങ്ങിൽ മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ PK രാജു, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഗായത്രി ബാബു, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, വാർഡ് കൗൺസിലർ ഹരികുമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചേരുന്നത്. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തന്നെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും, വലുതും ചെറുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കക്ഷിഭേദമില്ലാതെ, ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ എല്ലാവരുടെയും പ്രതിനിധികൾ പങ്കെടുത്ത യോഗം. അപ്പൊ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ടെടുത്ത തീരുമാനമാണ്. വെറുതെ ഇരിക്കുന്നതല്ല ഇവിടെ, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. 7 വാർഡിലൂടെ പോകുന്നുണ്ടല്ലേ, 7 വാർഡിലൂടെ പോകുന്നുണ്ട്. അപ്പൊ തമ്പാനൂർ വാർഡിൽ ഞാൻ പങ്കെടുക്കാമെന്ന് ഞാൻ തന്നെ മേയറോട് പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. തമ്പാനൂർ വാർഡ് ഭാഗത്ത് ആമയിഴഞ്ചാൻ തോട് വൃത്തിയായാൽ ഏറെക്കുറെ 90% വൃത്തിയായി എന്നാണ്.